ഹലോ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? അപ്പം നമ്മളിന്ന് ഒരു ഹൈദരാബാദി ദം ബിരിയാണി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 4 വലിയ ഉള്ളി ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളികളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം കരിയരുത്, ഒരു മീഡിയം ഇതായിട്ട് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി നമ്മൾ ഒരു പകുതിയിൽ കൂടുതലായിട്ട് ആദ്യം എടുക്കുക. എന്നിട്ട് ആ ഉള്ളിനെ കുറച്ച് ഉള്ളി നമ്മൾ മാറ്റി വെക്കുക, അത് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെയാണ് ആവശ്യമുള്ളത്. പിന്നെ നമ്മൾ ഈ പകുതിയിൽ കൂടുതലായിട്ട് മാറ്റി വെച്ച ഉള്ളിനെ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കേട്ടോ. ഈ ക്രഷ് ചെയ്ത ഉള്ളിയാണ് നമ്മൾ ഈ മസാലയിലേക്ക് ഇടുന്നത്. അപ്പോൾ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചിക്കനിലോട്ട് ക്രഷ് ചെയ്തിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അതിൽ പകുതിയിൽ കൂടുതലായിട്ട് ഇടുക, മസാലയിലേക്ക് ഇടുക. പിന്നെ ഈ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ പച്ചമുളകൊക്കെ നമ്മൾ ആവശ്യത്തിന് എരിവനുസരിച്ച് ഇട്ടാൽ മതി. അതിനുശേഷം മല്ലിയില, പുതിനയില ഒക്കെ ഇടുക. മല്ലിയില കുറച്ച് പുതിനയിലേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇടണം. പിന്നെ അതിനുശേഷം സ്പൈസസ് ഒക്കെ ഇടുക. അപ്പോൾ സ്പൈസസ് ആയിട്ട് ഇടുന്നത് മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ ഗരം മസാല ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലയാണ് ഇടുന്നത് കേട്ടോ. പിന്നെ നമുക്കിതൊക്കെ ആവശ്യമായിട്ടുള്ളത് തൈരാണ് കേട്ടോ. തൈര് ഞാനിതിൽ യൂസ് ചെയ്യുന്നത് യോഗേർട്ടും നോർമൽ തൈരും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ നോർമൽ തൈര് മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല പുളിയായിട്ടുണ്ടാവും. അപ്പം ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. 1 കപ്പോളം ഞാൻ തൈര് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് വേറെ തക്കാളിയോ നാരങ്ങയോ ഒന്നും ഒഴിക്കുന്നില്ല. ഈ തൈര് മാത്രമേ ഉള്ളൂ പുളിക്കായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ഇട്ടതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോളം വെക്കുന്നത് നല്ലതാണ്. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചിക്കൻ വേവിക്കാൻ വെക്കുമ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെക്കണേ. അപ്പോൾ വേവിക്കാൻ വെക്കുമ്പോൾ വേറെ വെള്ളവും കാര്യങ്ങളും ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് വെന്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗം നമ്മൾ മസാല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ലെയറായിട്ടാണ് നമ്മളിത് ദം ചെയ്തെടുക്കുന്നത് കേട്ടോ. സൈഡിൽ ഞാൻ റൈസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബസ്മതി റൈസാണ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത്. ഞാനൊരു അരമണിക്കൂറോളം അത് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് റൈസൊക്കെ ഞാൻ തിളപ്പിക്കാനുള്ള റൈസിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഏലക്കാപ്പട്ട, ഗ്രാമ്പൂ സംഭവങ്ങളൊക്കെ തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ റൈസ് നല്ലോണം കുക്കാവണ്ട, ഒരു ഹാഫിൽ കൂടുതൽ കുക്കാവുമ്പോൾ നമ്മളെടുത്തിട്ട് ലെയറായിട്ട് ഇടുക കേട്ടോ. ആദ്യം റൈസ് ഇട്ടിട്ട് പിന്നെ മസാല ഇടുക. നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ ഉണ്ടല്ലോ, അപ്പോൾ അത് ഈ മസാലയുടെ മുകൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് റൈസ് എല്ലാതും ഇട്ടതിന് ശേഷം നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉള്ളി, അപ്പോൾ അതും കൂടെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കണം കേട്ടോ. ഇത് എൻ്റെ ഒരു വേർഷൻ ഓഫ് ഹൈദരാബാദി ബിരിയാണിയാണ് കേട്ടോ. ഇനി നിങ്ങൾ ടൈപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിഞ്ഞൂടാ. ഏതായാലും ഈ ടൈപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ദം ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ദം പൊട്ടിക്കുന്ന ക്ലിപ്പ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കഴിക്കാൻ നേരത്താണ് പിന്നെ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തത്. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ നന്നായിട്ട് എല്ലാതും കൂടെ ഇളക്കിയിട്ട് നമ്മൾ എടുത്താൽ മതി. ഈ ഒരു രൂപത്തിലാണ് എൻ്റെ റൈസ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.